വചനം തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവനെന്ത് പ്രയോജനം? മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? സ്നേഹമുള്ളവരെ, ദൈവവചനത്തിൽ ഈശോ അർത്ഥസംഖ്യക്കടയില്ലാതെ, വിട്ടുവീഴ്ചകൾക്ക് പ്രസക്തിയില്ലാതെ പറഞ്ഞു വെക്കുന്ന ചില ആത്മീയ സത്യങ്ങളിൽ ഒന്നായത്, സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. സുവിശേഷം എഴുതപ്പെട്ടതായ സഭാത്മക പശ്ചാത്തലം നമുക്കറിയാം. കഠിനമായ പീഡനങ്ങളിലൂടെയും രക്തസാക്ഷിത്വത്തിൻ്റെ പരമ്പരയിലൂടെയും കടന്നു പോകുന്ന ഒരു സഭയുടെ പശ്ചാത്തലത്തിൽ ദൈവവചനം ബൈബിളിൻ്റെ രൂപത്തിൽ എഴുതപ്പെടുന്നത്. അന്ന് ഈ ദൈവവചന ഭാഗം എഴുതപ്പെടുമ്പോൾ ഈ വചനത്തിന് ഏറ്റവും പ്രായോഗികമായ, ഏറ്റവും അക്ഷരാർത്ഥത്തിലുള്ള ചില അർത്ഥങ്ങളും ചില യാഥാർത്ഥ്യങ്ങളും ഉണ്ടായിരുന്നു. സ്വന്തം ജീവൻ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിത്വത്തിൻ്റെ മുനയിൽ നിന്നുകൊണ്ട് ഈശോയെ തള്ളിപ്പറഞ്ഞ്, ദൈവത്തെ തള്ളിപ്പറഞ്ഞ്, ദൈവവചനത്തെ തള്ളിപ്പറഞ്ഞ് ജീവൻ രക്ഷിച്ചു പോയവരുടെ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വചനം എഴുതപ്പെടുന്നത്. അതൊരു വിദൂര യാഥാർത്ഥ്യമല്ലായിരുന്നു. അവർക്ക് സമീപസ്ഥമായ ഒരു യാഥാർത്ഥ്യമായിരുന്നു, സമീപസ്ഥമായ ഒരു അനുഭവ യാഥാർത്ഥ്യമായിരുന്നു. ആ അനുഭവ യാഥാർത്ഥ്യങ്ങളെ നോക്കിക്കാണുന്നതായ ശിഷ്യ സമൂഹത്തിൻ്റെ മുമ്പിലേക്കാണ് അപ്പസ്തോലന്മാർ ഈ വചനം പറയുന്നത്. ഈശോ ഇങ്ങനെ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെഴുതി വെക്കുന്നത് ഈശോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ സുവിശേഷത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, മിശിഹായെ പ്രതി ജീവൻ പോലും നഷ്ടപ്പെടുത്തുന്നത് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ലാഭകരമാണ് എന്ന്. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ നമ്മുടെ പ്രത്യക്ഷമായ ജീവിത സാഹചര്യത്തിൽ, നമ്മുടെ ഏറ്റവും സമീപസ്ഥമായ സമകാലിക ജീവിത സാഹചര്യത്തിൽ ഈശോയ്ക്ക് വേണ്ടിയോ ഈശോയുടെ സുവിശേഷത്തിന് വേണ്ടിയോ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടതായ ഒരു സാഹചര്യമൊന്നും ഉള്ളതായി നമുക്കിന്ന് ഇപ്പോൾ ഇവിടെ അറിയില്ല. അതുള്ളതായ സാഹചര്യങ്ങളും അതുള്ളതായ സംസ്ഥാനങ്ങളും അതുള്ളതായ രാജ്യങ്ങളും അതുള്ളതായ സാമൂഹിക പശ്ചാത്തലങ്ങളൊക്കെ നമ്മുടെ കാലഘട്ടത്തിലുണ്ട്, നമ്മുടെ പ്രദേശങ്ങളിലും ഉണ്ട്. പക്ഷെ ഇന്ന് ഈ മലയാളം സംസാരിക്കുന്ന, മലയാള പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന, മലയാളം കേൾക്കുന്ന, മലയാളം മനസ്സിലാക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇന്ന് അതൊരു അനിവാര്യതയല്ല. പക്ഷേ ജീവൻ പോലും നഷ്ടപ്പെടുത്തിയാൽ അത് നഷ്ടമല്ല, ലാഭമാണ് എന്ന് ഈശോ പറയുമ്പോൾ, ഒരു മനുഷ്യനെ നഷ്ടപ്പെടുത്താവുന്നതിൻ്റെ പരമാവധി, അതിനപ്പുറത്തൊന്നും നഷ്ടപ്പെടുത്താനില്ല. ജീവനാണ് ഒരു വ്യക്തിക്ക് വേറെ എന്തിനെങ്കിലും വേണ്ടി നഷ്ടപ്പെടുത്തുവാനുള്ള ഏറ്റവും ഉന്നതവും അമൂല്യവും ശ്രേഷ്ഠവുമായ സമ്പാദ്യമെന്നത്. കാരണം ഈ ജീവൻ വെച്ചുകൊണ്ട് അവന് മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു ഏറ്റവും അടിസ്ഥാനപരമായ അനിവാര്യതയാണ്. ഒരു മനുഷ്യന് എന്ത് ചെയ്യുവാനും, നന്മ ചെയ്യാനോ തിന്മ ചെയ്യാനോ
എന്ത് ചെയ്യാനും, എന്താകാനും, എന്തായിരിക്കാനും, എന്ത് സമ്പാദിക്കാനും ഒക്കെ അടിസ്ഥാനപരമായ അനിവാര്യതയാണ് ഈ ജീവൻ എന്ന് പറയുന്നത്. ഈ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതിൽ കുറഞ്ഞതെന്തും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ജീവൻ നഷ്ടപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് നടത്താവുന്ന ഏറ്റവും വലിയ നഷ്ടപ്പെടുത്തൽ ജീവൻ്റെ നഷ്ടപ്പെടുത്തൽ എന്ന് പറയുന്നത്. ആ ജീവൻ്റെ നഷ്ടപ്പെടുത്തൽ പോലും സുവിശേഷത്തിന് വേണ്ടിയാണ് എങ്കിൽ അതൊരു നഷ്ടമായിരിക്കില്ല, നേട്ടമായിരിക്കുമെന്ന് ഈശോ പറയുമ്പോൾ, സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ സ്വകാര്യ പശ്ചാത്തലങ്ങളിൽ, സ്വകാര്യതയുടെ ആന്തരികതകളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടുത്ത പശ്ചാത്തലങ്ങളിൽ നാം വിലയിരുത്തണം സുവിശേഷത്തിന് വേണ്ടി എന്ത് നഷ്ടപ്പെടുത്തുവാൻ, അതോ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തുവാനുള്ള സാധ്യത നമുക്കുണ്ടോ എന്ന്, സാഹചര്യം നമുക്കുണ്ടോ എന്ന്, അതോ കേവലം നശ്വരവും ക്ഷണികവുമായ ചില സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയോ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെതായ വിദ്യാഭ്യാസപരമായ അല്ലെങ്കിൽ അതുപോലുള്ളതായ ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയോ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു അഡ്മിഷന് വേണ്ടിയോ, അതുപോലുള്ളതായ താൽക്കാലികമായ നശ്വരമായ ക്ഷണികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഈശോയെ തള്ളിപ്പറയുന്നുണ്ടോ? ചില നേട്ടങ്ങൾക്ക് വേണ്ടി, ചില അംഗീകാരത്തിന് വേണ്ടി, ചില സഹായങ്ങൾക്ക് വേണ്ടി, ചില സാമ്പത്തികമായ ലാഭങ്ങൾക്ക് വേണ്ടി, ചില സാമൂഹിക സാഹചര്യത്തിൻ്റെ ലാഭങ്ങൾക്ക് വേണ്ടി ഈശോയെ തള്ളിപ്പറഞ്ഞിട്ട്, ഈശോയുടെ വചനത്തെ തള്ളിപ്പറഞ്ഞിട്ട്, ഈശോയുടെ സഭയെ തള്ളിപ്പറഞ്ഞിട്ട്, ഈശോ സ്ഥാപിച്ചതായ സഭയിൽ സ്ഥാപിച്ചിരിക്കുന്നതായ കൂദാശകളെ തള്ളിപ്പറഞ്ഞിട്ട്, സഭയുടെ അനുഷ്ഠാനങ്ങളെയും സഭയുടെ ശുശ്രൂഷകളെയും തള്ളിപ്പറഞ്ഞിട്ട് ചില അംഗീകാരങ്ങൾ, ചില കൂട്ടുകൂടലുകൾ, ചില സാമൂഹ്യപരമായ അംഗീകാരങ്ങൾ നാം തേടിപ്പോകുന്നുണ്ടോ എന്ന്, ചില ജോലിയുടേതായ നേട്ടങ്ങൾക്ക് വേണ്ടി, ചില സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുവാൻ വേണ്ടി, ചില സ്ഥാപനങ്ങളിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സഭയെ നശിപ്പിക്കുവാൻ പരിശ്രമിക്കുന്ന, സഭയോട് ബാഹ്യമായി പ്രത്യക്ഷമായും പരോക്ഷമായും ശത്രുതയോടെ പെരുമാറുന്ന വ്യവസ്ഥിതികളോടും സംവിധാനങ്ങളോടും സന്ധി ചെയ്തുകൊണ്ട് ഞാൻ ചില ക്ഷണികമായ സാമ്പത്തികമായ നേട്ടങ്ങൾ, ചില രാഷ്ട്രീയ സ്ഥാനങ്ങൾ, ചില സാമൂഹിക അംഗീകാരങ്ങൾ നേടുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ സുവിശേഷം നമ്മെ നോക്കി കൈ ചൂണ്ടുന്നുണ്ട്. പലപ്പോഴും ചില സാമൂഹിക സാഹചര്യങ്ങളിൽ ചില വസ്തുതകൾ അറിയാൻ ഇടവരുമ്പോൾ എനിക്ക് പലപ്പോഴും പലരെക്കുറിച്ചും സങ്കടം തോന്നുന്ന ഒരു അവസ്ഥ. അവിടെയെല്ലാം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വചനമാണ്, നീ ലോകം മുഴുവൻ നേടിയാലും. സ്നേഹമുള്ളവരെ, പാരീസ് യൂണിവേഴ്സിറ്റിയിലെ പണ്ഡിതനായ പ്രൊഫസറായിരുന്ന ഒരു ചെറുപ്പക്കാരനെ ലോകത്തിൻ്റെ അറ്റം വരെയും സുവിശേഷത്തിൻ്റെ സാക്ഷിയായി പറഞ്ഞയക്കുവാൻ പര്യാപ്തമായി മാറിയ ഒരു വചനത്തിൻ്റെ ശക്തിയുണ്ട് ഈ വചനത്തിൽ. ഫ്രാൻസിസ് സേവ്യർ എന്ന് പറയുന്ന ഒരു യുവാവിനെ ഈ ഭാരതത്തിൻ്റെ ദ്വിതീയ അപ്പസ്തോലനാക്കി മാറ്റിയ വചനം, ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്ന ആ വിശുദ്ധൻ്റെ അധരത്തിലൂടെ ദിവസവും ആവർത്തിച്ച് കേട്ട ആ വചനം, നീ ലോകം മുഴുവൻ നേടി, നീ പാരീസ് യൂണിവേഴ്സിറ്റിയിലെ പാണ്ഡിത്യമുള്ള പ്രൊഫസറായാലല്ല, ഈ ലോകം മുഴുവൻ നീ വെട്ടിപ്പിടിച്ചാലും, വാളിൻ്റെ വായ്ത്തല കൊണ്ട് നീ നേടിയെടുത്താലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്കെന്താ പ്രയോജനം എന്ന ചിന്ത. ഞാൻ പലപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഓർക്കാറുള്ള മറ്റൊരു സംഗതിയുണ്ട്. മലയാള മനോരമ എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു പത്രമുണ്ട്. ആ പത്രത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമൊക്കെ ആയിരുന്ന ഒരു KM മാത്യു സാറുണ്ട്. ഈ KM മാത്യു സാറിൻ്റെ ആത്മകഥയുണ്ട്, 8ാമത്തെ മോതിരം. വളരെ ഹൃദ്യമായ ഭാഷയിൽ വിരചിതമായിരിക്കുന്ന മനോഹരമായ ഒരു ആത്മകഥ, നല്ല വായന സുഖം നൽകുന്ന
അറിവിൻ്റെ ഒരുപാട് മണിമുത്തുകളെ പിറക്കിയെടുക്കാൻ പശ്ചാത്തലമൊരുക്കുന്ന നല്ലൊരു വായനാനുഭവം നൽകുന്ന ഒരു പുസ്തകം. ഈ 8ാമത്തെ മോതിരം എന്ന പുസ്തകം വായിച്ചപ്പോൾ പലവട്ടം എൻ്റെ കണ്ണുകളിൽ, എൻ്റെ വായനയുടെ അനുഭവങ്ങളിൽ ഒരുപാട് തിളക്കമുണ്ടായി. ആ മോതിരത്തിൻ്റെ തിളക്കം എൻ്റെ ഹൃദയത്തിൽ എനിക്ക് പലപ്പോഴും അനുഭവിക്കാൻ പറ്റി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് അതിൻ്റെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞേക്കുന്ന കാര്യം ഇതാ: ലോക ഭൂപടത്തിൽ ഒരു മണൽത്തരിയോളം മാത്രം വരുന്ന ഈ കേരളത്തിലെ ഒരു പത്രത്തിൻ്റെ ഉടമയായ ഞാൻ ആത്മകഥ എഴുതപ്പെടാൻ മാത്രം യോഗ്യമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയാണെന്ന് ചിന്തിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ എളിമ, അദ്ദേഹത്തിൻ്റെ ആന്തരികമായ ആ ശൂന്യതാബോധം, എളിമ, അത് അദ്ദേഹത്തിൻ്റെ ഔന്നത്യത്തിൻ്റെ പ്രതിഫലനമാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ വസ്തുത, മലയാളത്തിലെ ഏറ്റവും വലിയ പത്രത്തിൻ്റെ, മലയാളത്തിലെ ഏറ്റവും വലിയ മാധ്യമ സംവിധാനത്തിൻ്റെ ഉടമയായ ഒരു മനുഷ്യൻ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞൊരു കാര്യമാണ്: ലോക ഭൂപടത്തിൽ മണൽത്തരിയോളം മാത്രം വരുന്ന കേരളത്തിലെ ഒരു പത്രത്തിൻ്റെ ഉടമ. സ്നേഹമുള്ളവരെ, KM മാത്യു എന്ന് പറയുന്ന പണ്ഡിതനായ മഹാനായ ആ മനുഷ്യൻ്റെ ആത്മബോധം മാനുഷികമായി ചിന്തിച്ചാൽ അദ്ദേഹം എത്തിപ്പിടിച്ചതോ ആയ ഒന്നിൻ്റെയും അടുത്തുപോലും എത്താൻ, 7 അയലോക്കത്ത് പോലും എത്താൻ ഞാനെന്ന മാനുഷിക വ്യക്തിത്വത്തിന് സാധിക്കില്ല. എൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതവും ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും മഹോന്നതവും ഏറ്റവും ഭാവാത്മകവും ഏറ്റവും മനോഹരവുമായ ഒരവസ്ഥ കർത്താവ് എനിക്ക് നൽകി. എനിക്കൊന്നും ലഭിക്കാനില്ല, എനിക്കൊന്നും നേടാനില്ല എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഉറച്ചു വിശ്വസിക്കുന്ന മിശിഹായുടെ സഭയിലെ പുരോഹിതന നിങ്ങളോട് ഈ സംസാരിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട. ഈ ലോകത്തിലെ സമ്പത്തും ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളും ഈ ലോകത്തിലെ ജീവിത സൗകര്യങ്ങളും ഈ ലോകത്തിൻ്റെതായ കഴിവുകളും ഈ ലോകം നൽകുന്ന അംഗീകാരങ്ങളും ഈ ലോകം നൽകുന്ന പേരും പെരുമയും പ്രശസ്തിയുമെല്ലാം വെറും 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 നികൃഷ്ടമാണ് എന്ന്, വെറും ഉച്ഛിഷ്ടം പോലെ ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് എൻ്റെ ദൈവം എനിക്ക് നൽകിയ സ്വർഗത്തിൻ്റെ അധികാരമുള്ള പൗരോഹിത്യമെന്ന അവബോധം എൻ്റെ ആന്തരികതയിൽ ഇന്നും ജ്വലിച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഒരു സംശയവുമില്ല. പക്ഷേ മാനുഷികമായ അർത്ഥത്തിൽ, ഭൗതികമായ ഒരു വിലയിരുത്തൽ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ KM മാത്യു എന്ന് പറയുന്ന ആ മനുഷ്യൻ നേടിയെടുത്തതിൻ്റെ ഒരംശം പോലും നേടുവാൻ എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അതുപോലും ഒന്നുമല്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരായുഷ്കാലം കൊണ്ട് നാമൊക്കെ വെട്ടിപ്പിടിക്കുവാനും നേടിയെടുക്കുവാനും വെമ്പൽ കൊള്ളുന്നതൊക്കെ ഈ ലോകമെന്ന് പറയുന്ന നമ്മുടെ കണ്ണിൻ്റെ പരിധിയിലുള്ള ലോകമെന്ന് പറയുന്നതിൻ്റെ പോലും ഒരംശം പോലും നേടാൻ പറ്റുന്നില്ല. എന്നാൽ ഈശോ പറയുക, നീ ലോകം മുഴുവൻ നേടിയാലും ആര് നേടിയിട്ടുണ്ട്? വാളിൻ്റെ വായ്ത്തല കൊണ്ട് ലോകം കീഴടക്കുവാൻ വെമ്പൽ കൊണ്ട അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ചും നെപ്പോളിയൻ ചക്രവർത്തിയെക്കുറിച്ചൊക്കെ ചരിത്രം അത്ര കൃത്യമായിട്ടും ഹൃദ്യമായിട്ടും എഴുതി വച്ചിട്ടുണ്ട്. അവരൊന്നും മരണത്തിൻ്റെ സമയത്ത് ഒന്നും സ്വന്തമാക്കിയില്ല. ഒക്കെ നഷ്ടപ്പെട്ടതിൻ്റെ നേടിയെടുത്തു, വെട്ടിപ്പിടിച്ചു എന്നൊക്കെ വിചാരിച്ചതൊക്കെ നഷ്ടമായിരുന്നു എന്ന തിരിച്ചറിവിൻ്റെ നൊമ്പരത്തിലാണ് അവരൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. സ്നേഹമുള്ളവരെ, എന്നാൽ 6 അടി മണ്ണിൻ്റെ പോലും ഉടമസ്ഥതയില്ലായിരുന്നവൻ, ആകാശത്തിനും ഭൂമിക്ക് മധ്യേ 3 ആണികളിൽ തൂങ്ങിക്കിടന്ന് പെടഞ്ഞു മരിച്ചവൻ, അവൻ ഇരുകരങ്ങളും ലോകത്തിന് മുമ്പിൽ വിരിച്ചു പിടിച്ച് അവൻ വിളിച്ചു പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇതാ ലോകവും മിശിഹായും തമ്മിലുള്ള വൈരുദ്ധ്യത്തിൻ്റെ സൂത്രവാക്യം. എല്ലാം നേടിയെടുക്കാനും എല്ലാം വെട്ടിപ്പിടിക്കാനും വെമ്പൽ കൊണ്ടവരൊക്കെ നഷ്ടബോധത്തിൻ്റെ പാരമ്യതയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഈ ലോകത്തിലെ ഒന്നും നേടാൻ ആഗ്രഹിക്കാതെ ഈ ലോകത്തിന് വേണ്ടി എല്ലാം സമർപ്പിച്ചവൻ എല്ലാത്തിനെയും കീഴടക്കി. ഇന്നും മിശിഹായുടെ സാമ്രാജ്യം, ഇന്നും
ആ മിശിഹായുടെ സാമ്രാജ്യം ഇന്നും അപ്രതിരോധ്യമായ ആന്തരിക ഊർജത്തോടുകൂടി നമ്മയൊക്കെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക. ഇന്നും അതെ. സ്നേഹമുള്ളവരെ, ഇവിടെയാ നമ്മിൽ നിന്നും ഈശോ പ്രതീക്ഷിക്കുന്ന ഒരു അടിസ്ഥാനപരമായ തീരുമാനത്തിൻ്റെ അനിവാര്യത. നീ ഈ ലോകത്തിൻ്റെ ക്ഷണികമായ നശ്വരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ, ഈ ലോകം നൽകിയേക്കാവുന്നതായ ക്ഷണികമായ നശ്വരമായ സുഖങ്ങളും സന്തോഷങ്ങളും അംഗീകാരങ്ങളുമാണോ, അതോ നിത്യതയോളം നീണ്ടു നിൽക്കുന്ന സൗഭാഗ്യമാണോ, നിത്യതയോളം നീണ്ടു നിൽക്കുന്ന ആന്തരികതയുടെ നിറവും സംതൃപ്തിയും ആനന്ദവുമാണോ? അത് മിശിഹായ്ക്ക് മാത്രമേ തരാൻ സാധിക്കൂ. അത് മിശിഹായുടെ ദൈവരാജ്യ അനുഭവത്തിന് മാത്രമേ തരാൻ സാധിക്കൂ. അത് മിശിഹായ ജീവിതത്തിൻ്റെ ആനന്ദവും സമ്പാദ്യവും സൗഭാഗ്യവുമായി തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായി ലഭിക്കുന്ന ഒരു അനുഭവമാണ്. അതേ ഈശോ ഗിരിപ്രഭാഷണത്തിൻ്റെ അല്ലെങ്കിൽ അഷ്ടസൗഭാഗ്യങ്ങളിൽ ആദ്യത്തേതായിട്ട് പറഞ്ഞത് ആത്മാവിൽ ദരിദ്രൻ ഭാഗ്യവാൻ. ദൈവരാജ്യം അവൻ്റേതാണ്. ദൈവരാജ്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അടിസ്ഥാനപരമായ ചവിട്ടുപടി എന്ന് പറയുന്നത് നീ മിശിഹായെ നിന്റെ ജീവിതത്തിൻ്റെ ഏകവും പരമവുമായ ആനന്ദവും സമ്പാദ്യവും സൗഭാഗ്യവുമായി തിരിച്ചറിയണം. ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളൊന്നുമല്ല, ഈ ലോകത്തിൻ്റെ നന്മകളൊന്നുമല്ല, ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളൊന്നുമല്ല. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും എൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്താ പ്രയോജനം? സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈശോയോട് ജീവിതത്തെ ഐക്യപ്പെടുത്തി ഈ ആത്മാവിൻ്റെ ഇവിടെയാണ് നമ്മൾ നമ്മുടേതായ ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ ക്രൈസ്തവ ആത്മീയതയുടെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് നാം ഒരു വൈരുദ്ധ്യം തിരിച്ചറിയുന്നത് ആദിമസഭയിൽ ആദിമ ക്രിസ്ത്യാനികൾ എങ്ങനെ സുവിശേഷം പ്രസംഗിച്ചു, എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചു. ഇന്നത്തെ സമകാലിക ക്രൈസ്തവ ജീവിതത്തിൽ നാം എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നു, എങ്ങനെ സുവിശേഷം പ്രസംഗിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ അപ്പസ്തോലന്മാരോട് എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്? നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളോടും സുവിശേഷം പ്രസംഗിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ ജ്ഞാനസ്നാനപ്പെടുത്തണം. അങ്ങനെ സുവിശേഷം ശ്രവിച്ച് വിശ്വസിച്ച് ഈ മാമോദീസ എന്ന കൂദാശയിലൂടെ ഈശോയുടെ മൗതിക ശരീരത്തിലെ അവയവമായി മാറുന്ന വ്യക്തികളുടെ മാത്രം അവകാശമാണ് നിത്യരക്ഷ, ആത്മാവിൻ്റെ രക്ഷ എന്ന് പറയുന്നത്. ആ ഈശോയുടെ ദൗത്യം, ആ ഈശോയുടെ പ്രേക്ഷിത ദൗത്യം മാമോദീസയിലൂടെ നാം ഓരോരുത്തരും സ്വീകരിക്കുന്നത്. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്, ക്രൈസ്തവ ജീവിതത്തിൻ്റെ അന്തഃസത്ത എന്ന് പറയുന്നത് കേവല ധാർമ്മികതയുടെ ഒരു ജീവിതമല്ല. കേവല ധാർമ്മികതയ്ക്കപ്പുറത്തേക്ക് പോകുന്ന ഈശോമിശിഹായുടെ മൗതിക ശരീരത്തിലെ അവയവമായി മാറുന്നത് വഴിയായി മിശിഹായുടെ രക്ഷയിൽ ഭാഗഭാക്കാകുന്ന അനുഭവമാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. നന്മ ചെയ്യണം, തിന്മ ചെയ്യരുത് എന്ന് പറയുന്നതായ ഒരാത്മീയതയല്ല ക്രൈസ്തവ ആത്മീയത എന്ന് പറയുന്നത്. പിന്നെയോ ഈശോയെ ധരിക്കുന്നതിലൂടെ, ഈശോയിൽ ആയിത്തീരുന്നതിലൂടെ ഒരു വ്യക്തിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന പരിണാമമാണ് ഈ ധാർമ്മിക നന്മയെന്ന് പറയുന്നത്. അതല്ലാതെ ചില കാര്യങ്ങൾ ചെയ്യരുതാത്തത് കൊണ്ട് ചെയ്യാതിരിക്കുകയും ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് കൊണ്ട് ചെയ്യുകയും ചെയ്യുന്ന ബോധപൂർവകമായ ഒരു കേവല ധാർമ്മികത ക്രൈസ്തവ ആത്മീയതയുടെ ഭാഗമല്ല.
ഞാൻ ഈശോയുടെ ഭൗതിക ശരീരത്തിലെ അവയവമായി മാറിയതിലൂടെ, മാമുദീസി എന്ന കൂദാശയിലൂടെ ഈശോയുടെ ഭൗതിക ശരീരത്തിൻ്റെ ഭാഗമായി മാറി, വിശുദ്ധ കുർബാനയിലൂടെ ഞാൻ ഈശോയെ അനുദിനം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഈശോയുടെ സ്വഭാവ സവിശേഷതകൾ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതയായി സ്വാഭാവികമായി പരിണമിക്കുമ്പോൾ എൻ്റെ വ്യക്തിത്വം മാറുകയും, അഥവാ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നതിൻ്റെ സ്വാഭാവികമായ പ്രതിഫലനമാണ് ക്രൈസ്തവ ധാർമ്മികത എന്ന് പറയുന്നത്. അതല്ലാതെ പലപ്പോഴും നമ്മുടെയൊക്കെ സുവിശേഷ സമകാലിക ക്രൈസ്തവ സുവിശേഷ പ്രഘോഷണങ്ങളുടെ ആകത്തുക അന്തസത്ത എന്ന് പറയുന്നത് ഈ ധാർമ്മികവൽക്കരണമായി പോകുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷെ വാസ്തവം നാം തിരിച്ചറിയണം, ഈ ധാർമ്മികവൽക്കരണമല്ല, ഈ ധാർമ്മികതയുടെ പ്രഘോഷണമല്ല ക്രൈസ്തവ സുവിശേഷ പ്രഘോഷണത്തിൻ്റെയോ ക്രൈസ്തവ പ്രേക്ഷിത ശുശ്രൂഷകളുടെയോ അടിസ്ഥാനമെന്ന് പറയുന്നത്. പിന്നെയോ ഈശോയാകുന്ന രക്ഷയെ പ്രഘോഷിക്കുക. ഈശോ എന്ന രക്ഷയുടെ അനുഭവം, ഈശോ എന്ന രക്ഷകനല്ല, ഈശോയെ സ്വീകരിക്കുമ്പോൾ ഒരു വ്യക്തി രക്ഷയെയാണ് സ്വീകരിക്കുന്നത്. ഈശോയിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ വ്യക്തി രക്ഷയിലേക്കാണ് കടന്നു വരുന്നത്. അങ്ങനെയെങ്കിൽ ഈശോ കേവലം ഒരു രക്ഷകനല്ല, ഈശോ രക്ഷ തന്നെയാണ്. ആ രക്ഷയിലേക്ക്, ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഇനിയും കടന്നു വരാത്തവരെ കൂട്ടിക്കൊണ്ടുവരുവാനുള്ള ഈശോയുടെ ഭൗതിക ശരീരത്തിൻ്റെ പരിശ്രമത്തിലുള്ള ഭാഗഭാഗിത്വമായിരിക്കണം നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾ. അവിടെയാ സ്നേഹമുള്ളവരെ കേവലം താൽക്കാലികമായ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഒരു ആത്മീയതയിൽ നിന്നും ആത്മരക്ഷയെക്കുറിച്ചുള്ള ചിന്തയുള്ള ഒരു ആത്മീയതയിലേക്ക് ഇന്ന് ക്രൈസ്തവ ആത്മീയത ഒരു പരിവർജനം പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഇന്ന് എത്ര പേര്, ഇന്ന് നമ്മുടെ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ എത്ര പേര് ഈ ഒരു ആത്മരക്ഷയെക്കുറിച്ചുള്ള ചിന്തയിൽ ജീവിക്കുന്നുണ്ട്? ഈ ആത്മരക്ഷയെക്കുറിച്ചുള്ള ചിന്തയിൽ ഇന്ന് നമ്മുടെയൊക്കെ ആത്മീയ അനുഷ്ഠാനങ്ങൾ, ആത്മീയമെന്ന് കരുതപ്പെടുന്ന അനുഷ്ഠാനങ്ങൾ, നൊവേനകളും പ്രാർത്ഥനകളും വചനപ്രഘോഷണങ്ങളും കൺവെൻഷനുകളും എല്ലാം കേവലം ഭൗതികമായ ശാരീരികമായ ഈ ലോകത്തിൻ്റെതായ, ഈ ലോകം നൽകുന്നതായ ചില കാര്യങ്ങളിൽ മാത്രം ചുറ്റി പിണഞ്ഞ് കിടക്കുന്നുണ്ടോ എന്ന് നാം സംശയിക്കണം, നാം ചിന്തിക്കണം, നാം നമ്മോട് തന്നെ ചോദിക്കണം. എന്തിനു വേണ്ടിയാ ഞാൻ വചനപ്രഘോഷണ വേദികളെ സമീപിക്കുന്നത്? ഞാൻ എന്തിനു വേണ്ടിയാ വിശുദ്ധ കുർബാനയുടെ അൾത്താരയെ സമീപിക്കുന്നത്? ഞാൻ എന്തിനു വേണ്ടിയാ നൊവേനകൾ ചൊല്ലുന്ന കപ്പേളകളെ സമീപിക്കുന്നത്? ഞാൻ എന്തിനു വേണ്ടിയാ ആത്മീയ ശുശ്രൂഷകളുടെ വേദികളെ സമീപിക്കുന്നത്? രോഗശാന്തിക്ക് വേണ്ടിയാണോ? ജോലി ലഭിക്കുവാൻ വേണ്ടിയാണോ? വിസ ശരിയാകാൻ വേണ്ടിയാണോ? കടബാധ്യത മാറാൻ വേണ്ടിയാണോ? മക്കൾക്ക് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയാണോ? ഈ ലോകത്തിൻ്റെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ? അതോ എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും എനിക്കറിയാവുന്നവരുടെയും അക്രൈസ്തവരുടെയും ഒക്കെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയും അതിന് പരിശ്രമിക്കുവാനുള്ള ഒരു ഊർജം സ്വീകരിക്കാനുള്ള ആഗ്രഹത്തോടെയുമാണോ? സ്നേഹമുള്ളവരെ, ലോകം മുഴുവൻ നേടിയാലും ഒരാത്മാവ് നഷ്ടമായാൽ അത് കഷ്ടമാണ്. ലോകം മുഴുവനേക്കാൾ വിലയുള്ളതാ ഒരു ആത്മാവ്. അത് ഈശോയുടെ ജീവൻ്റെ വിലയുള്ളതാണ്. അതുകൊണ്ട് നാം നമ്മുടെ തന്നെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച്, അതുപോലെ മറ്റുള്ളവരുടെ ആത്മരക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാത്മീയതയുടെ കൃപയ്ക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.